അതെ, ഇന്നേ സൺഡേ അല്ലേ, അപ്പൊ കുറച്ച് ബീഫ് ഉണ്ടാക്കാന്ന് വിചാരിച്ചു ലഞ്ചിന് സ്പെഷ്യൽ ആയിട്ട്. അപ്പൊ ഒരു സ്പെഷ്യൽ റെസിപ്പി പറഞ്ഞുതരാം. കമോൺ. നമ്മൾ ഈ ക്രിസ്ത്യാനികൾക്ക് പള്ളി കഴിഞ്ഞ് വന്ന നേരെ എന്തെങ്കിലും ഒരു നോൺ വെജ് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുമ്പോഴാണ് സൺഡേ ഒന്ന് കംപ്ലീറ്റ് ആവുന്നത്. അപ്പോൾ ഇന്നത്തെ സൺഡേയിൽ ഞാൻ വിചാരിച്ചു ഒരു ബീഫ് റോസ്റ്റ് ആയിക്കോട്ടെ എന്ന്. ഞാൻ ഈ കാണിക്കുന്ന എല്ലാ ഐറ്റംസും നന്നായിട്ടിട്ട് ബീഫിൽ ഒന്ന് മിക്സ് ചെയ്തെടുത്ത് 1 മണിക്കൂർ മാറ്റി വെക്കാം. അതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. സത്യം പറഞ്ഞാൽ അങ്ങനെ എല്ലാ ഞായറാഴ്ച ഒന്നും ഇവിടെ ബീഫ് ഒന്നും പതിവില്ല കേട്ടോ. ഇന്ന് നല്ല ഫ്രഷ് ആയിട്ടുള്ള അടിപൊളി ബീഫ് കിട്ടിയപ്പോൾ ഒന്ന് ട്രൈ ചെയ്തേക്കാന്ന് വിചാരിച്ചു. നെക്സ്റ്റ് ടൈം നിങ്ങൾ ബീഫ് ഉണ്ടാക്കുമ്പോൾ നല്ല പച്ചക്കുരുമുളകും കുറച്ച് കാന്താരിയും ഒക്കെ ഇട്ട് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ ചോറിന്റെ കൂടെ ഒന്ന് പിടിപിടിക്കാൻ ഇത് മാത്രം മതി കേട്ടോ. അപ്പൊ നേരെ നമ്മുടെ ബീഫിനെ അങ്ങ് കുക്കറിലോട്ടിട്ട് 3 വിസിൽ വരുന്നവരെ ആവി കയറ്റിയെടുത്തു. ഇനി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അല്പം പെരിഞ്ജീരകവും കൂടെ പൊട്ടിച്ചെടുത്താൽ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് കൊച്ചുള്ളിയും ഒരു സവാളയും കൂടി ഇട്ട് വഴറ്റിയെടുക്കാം. കുറച്ച് ഉപ്പും കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് നമ്മൾ ഈ വേവിച്ച് വെച്ചിട്ടുള്ള ബീഫും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ബീഫ് ആകുമ്പോൾ കുറച്ചും കൂടെ കുരുമുളക് പൊടി വേണമല്ലോ. അപ്പോൾ ആവശ്യത്തിന് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ സൺഡേ സ്പെഷ്യൽ ബീഫ് റോസ്റ്റ് റെഡി ആയി കഴിഞ്ഞു. അധികം സമയമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇതിന് കോമ്പിനേഷൻ ആയിട്ട് കുറച്ച് മോരും കൂടെ ഉണ്ടാക്കി. ഏതായാലും സംഗതി അസലായിരുന്നു.